സ്വർണ്ണക്കൊള്ളയിൽ ഇന്നലെയുണ്ടായത് ഏറെ നിർണായകമായ അറസ്റ്റാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവാണ് അറസ്റ്റിലായവരിലെ ഇതുവരെ നമ്മൾ ആ പട്ടിക നോക്കിയാൽ ഏറ്റവും ശക്തൻ. സിപിഐഎമ്മിന്റെയും സർക്കാരിന്റെയും വിശ്വസ്തനായിരുന്ന വാസു കൂടി അറസ്റ്റിലായതോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്കും സർക്കാരിനും ഉണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. വെറും അനുഭാവിയല്ല, അടിയുറച്ച സിപിഐഎമ്മുകാരനായിരുന്നു എൻ വാസു. പാർട്ടി കൂറിനും നേതൃത്വത്തോടുള്ള വിശ്വാസ്യതയ്ക്കും പകരമായി ഒട്ടേറെ നിർണായക പദവികൾ പാർട്ടി വാസുവിന് നൽകി. 2 തവണ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറും 1 തവണ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ മറ്റൊരു സിപിഐഎം നേതാവില്ല. കൊല്ലം കുളക്കടയിൽ പാർട്ടി വേരുകളുള്ള കുടുംബത്തിൽ ജനിച്ച പൂവറ്റൂരിൽ പ്ലാന്തോട്ടത്തിൽ എൻ വാസു ഡിവൈഎഫ്ഐയുടെ ആദ്യരൂപമായ KSYF-ലൂടെയാണ് രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തുന്നത്. ദീർഘകാലം സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്നു. 1979 കൊല്ലം കുളക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാകുമ്പോൾ പ്രായം 27 വയസ്സ് മാത്രം. പഞ്ചായത്തിലെ സിപിഐഎമ്മിന്റെ ആദ്യ പ്രസിഡന്റ്. 1988 വീണ്ടും പ്രസിഡന്റായി. 10 വർഷത്തിലേറെ ഭരണം നീളുന്നതിനിടെയാണ് കൊട്ടാരക്കര ബാറിൽ അഭിഭാഷകനായിരുന്ന വാസുവിനെ വിജിലൻസ് ട്രൈബ്യൂണൽ ജഡ്ജിയായി നിയമിച്ചത്. അന്ന് അഴിമതിക്കാരായ സർക്കാർ ജീവനക്കാരെ കണ്ടെത്തി വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്തിരുന്ന വാസുവാണ് ഇപ്പോൾ തട്ടിപ്പ് കേസിൽ പ്രതിയായത് എന്നതും ശ്രദ്ധേയം. ജഡ്ജി സ്ഥാനത്ത് നിന്ന് വിരമിച്ചെങ്കിലും വാസുവിനെ തേടി വീണ്ടും പദവികളെത്തി. VS സർക്കാരിൽ തൊഴിൽ മന്ത്രിയായിരുന്ന PK ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി. സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപാണ് തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തേക്കുള്ള നിയമനം. 2010 നവംബർ 10 നിയമിതനായ വാസു 2013 ഫെബ്രുവരി 15 വരെ സ്ഥാനത്ത് തുടർന്നു. 1ാം പിണറായി സർക്കാർ 2018 ഫെബ്രുവരി 1 വാസുവിനെ ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവന്നു. 2019 ഫെബ്രുവരിയിൽ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്തെങ്കിലും അത് അതിലും വലിയ സ്ഥാനം നൽകാനായിരുന്നു. 2019 നവംബറിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിതനായി. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും പടരുമ്പോഴും പാർട്ടിയുടെ വിശ്വസ്തനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് വാസുവായിരുന്നു. പദവിയിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുമ്പോഴും പാർട്ടി അംഗമായി തുടർന്നു. സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്നെന്ന ഗുരുതര ആരോപണം നേരിടുന്ന വാസുവിനെ സംരക്ഷിക്കില്ലെന്ന് സിപിഐഎം ആവർത്തിക്കുമ്പോഴും പ്രിയ നേതാവിനെ പാർട്ടി പൂർണ്ണമായും കൈവിടുമോ എന്ന ചോദ്യം ബാക്കിയാണ്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.